പുകവലിയാണോ മദ്യപാനമാണോ ഏറ്റവും അഡിക്ഷൻ ഉണ്ടാക്കുന്നത്? മദ്യപാനത്തെ അപേക്ഷിച്ച് പുകവലി തന്നെയാണ് കൂടുതൽ ആസക്തി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ പുകവലിക്കുമ്പോൾ ഒരു 7 മുതൽ 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മുടെ തലച്ചോറിലേക്ക് നിക്കോട്ടിൻ എത്തുന്നു. പക്ഷേ മദ്യപിക്കുമ്പോൾ അങ്ങനെയല്ല, കുറച്ച് സ്ലോ ആയിട്ട് മാത്രമേ തലച്ചോറിലേക്ക് ഇതിൻ്റെ എഫക്റ്റ് എത്തുന്നുള്ളൂ. ഈ വേഗത, അതായത് ഈ 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ തലച്ചോറിലേക്ക് എത്തുന്ന നിക്കോട്ടിൻ നമ്മുടെ ഹാപ്പി ഹോർമോണിൽ ഒന്നായ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്താലോ നല്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാലോ നമുക്ക് തലച്ചോറിൽ വരുന്ന ഒരു ഹാപ്പി ഹോർമോണാണ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിനാണ് നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോഴും റിലീസാകുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 20 സിഗരറ്റ് വലിക്കുന്ന ഒരാൾ, അയാൾക്കൊരു ദിവസം 200 തവണ ഈ ഡോപ്പമിൻ്റെ സ്റ്റിമുലേഷൻ കിട്ടുകയും അയാൾ പെട്ടെന്ന് ഇതിനോട് അടിമയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ തവണ വലിക്കുമ്പോഴും ഓരോ തവണ പേഷ്യൻറ്റിന് അത്രയും ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുകയും രോഗി അതിനോട് വളരെയധികം അഡിക്റ്റഡ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് അത് നിർത്താൻ വളരെ പ്രയാസമായിരിക്കും. മദ്യം ആസക്തി ഉണ്ടാക്കുന്നില്ല എന്നല്ല, പക്ഷേ പുകവലി അപേക്ഷിച്ച് കുറച്ച് സ്ലോവറാണ് മദ്യത്തിൻ്റെ അഡിക്ഷൻ. പക്ഷേ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്ന 2 ദുശീലങ്ങളാണ്. നിർത്താൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് നിർത്താനായി തീരുമാനം എടുക്കുക. പുകവലി എങ്ങനെ എളുപ്പത്തിൽ നിർത്താം, അല്ലെങ്കിൽ ഇതേ സന്തോഷം അല്ലെങ്കിൽ പുകവലി വലിക്കുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷം നമുക്ക് എന്തൊക്കെ വഴികളിലൂടെ കിട്ടാമെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.